പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ ഒരു മാസമായിട്ട് ഞെട്ടുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ആക്സിഡൻറ്റ്, എത്രയോ കുടുംബങ്ങളാണ് കണ്ണീരിൽ വീണുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? നമ്മൾ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇതുവരെ ഇവർക്ക് ശരിയായ രീതിയിൽ ഒരു ബോധവൽക്കരണം ചെയ്തു വേണം ഈ വെഹിക്കിൾമാർ ഈ ലൈസൻസ് കൊടുക്കുക. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉരുട്ടിയത് കൊണ്ടൊന്നും ഒരാൾ ഡ്രൈവറാകത്തില്ല. അവർക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കണം, അവരെ ബോധവൽക്കരിക്കണം, നല്ല രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. നിങ്ങൾ കൊടുത്ത ഈ ലൈസൻസിൻ്റെ ഉടമകളാണ് കൂടുതലും ഈ റോഡിൽ ഈ രീതിയിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കാൻ കാരണക്കാരാകുന്നത്. പിന്നെ ഒരു മെയിൻ കാരണം, ഞാനൊരു 36 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. നമ്മുടെ എവിടെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ കേരളത്തിലൊരു സ്ഥലമില്ല. എന്നാൽ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് 100, 150 വണ്ടികൾ പാർക്ക് ചെയ്ത് നമുക്ക് സുഖമായി കിടന്നൊന്ന് ഉറങ്ങി കുളിച്ച് ഒക്കെ വണ്ടി ഓടിക്കാനുള്ള സൗകര്യങ്ങൾ അവിടുത്തെ സർക്കാരുകൾ ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടികൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയുള്ളൊരു സംവിധാനമില്ല. ഒരു 150 കിലോമീറ്റർ ഇടവിട്ടെങ്കിലും ഈ വാഹനം ഓടിക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ സ്ഥലവും മറ്റുള്ള സൗകര്യങ്ങളും ബാത്റൂമും ഒക്കെ ഉണ്ടാക്കി തരേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഇവിടെ നമുക്കില്ല. ഇപ്പോൾ ഒന്ന് ഉറക്കം വന്നാൽ തന്നെ നമ്മളെവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തി ഉറങ്ങണം എന്ന് തോന്നിയാൽ അങ്ങനെ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് കിട്ടാറില്ല. MC റോഡിലില്ല, ഹൈവേയിലില്ല, പിന്നെ വല്ല പോക്കറ്റ് വഴിയിലൊക്കെ ഉള്ളൂ. പോക്കറ്റ് വഴിയിലൊക്കെ രാത്രി കാലങ്ങളിലൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ കിടന്നുറങ്ങിയാൽ രാവിലെ നമുക്ക് ഉണരാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ആൾക്കാർ ഇന്ന് ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ഒരു സാഹചര്യമല്ല ഇന്ന്. അതുകൊണ്ട് സർക്കാർ മുൻകൈ എടുത്ത് ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ഡ്രൈവർമാർക്ക് ഉറക്കം വന്നാൽ അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രം കേരളത്തിൽ ഒരു 150 അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്ററിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു സംവിധാനം നിങ്ങൾ ചെയ്തു തരണം. അല്ലെങ്കിൽ ഈ അപകടങ്ങൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ നോക്കിയിട്ട് കിടക്കാനായിട്ട് വണ്ടി ഒതുക്കി കിടക്കുന്ന ഒരു സ്ഥലമില്ല. ഇനിയും പ്രത്യേകിച്ച് ഈ 26-28 കിലോമീറ്റർ ചങ്ങനാശ്ശേരി ആലപ്പുഴ ഉള്ളെങ്കിൽ തന്നെ ആ 28 കിലോമീറ്ററിനിടെ വണ്ടി ഒന്ന് ഒതുക്കാൻ ഇപ്പോഴത്തെ 1000 കോടി രൂപ മുടക്കി ഉണ്ടാക്കി ആ റോഡിൽ എവിടെയെങ്കിലും പറ്റുമോ? ഇന്നലെ തന്നെ ചങ്ങനാശ്ശേരിക്കിടയ്ക്ക് ഞാൻ നല്ലൊരു ആക്സിഡൻറ്റിൽ പെടേണ്ടതാണ്. സൈഡിൽ വണ്ടി ഒതുക്കി കിടന്നു. എൻ്റെ മുമ്പേ പോയ വണ്ടിക്കാരൻ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി. ഞാനും അവനും കൂടെ എതിരെ വന്ന വണ്ടിയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകേണ്ടതാണ്. 2 വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള രീതിയിലാണ് ഈ 1000 കോടി രൂപ മുടക്കി ആ റോഡ് പണിതിട്ട് അവിടെ കാണിച്ചു കഴിഞ്ഞ കോപ്രായങ്ങൾ. ഇതൊക്കെ ആരുടെ ഭാഗത്തുള്ള തെറ്റാണ്? ഇതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളാണ്. നിങ്ങളാദ്യം റോഡുകൾ പണിയേണ്ട രീതി പണിയുക. വെഹിക്കിൾമാർ നല്ല രീതിയിൽ ഇനിയും മുതൽ ലൈസൻസ് കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങൾ ഈ ധൃതി കൂട്ടി 10,000-2,000 പേർക്കൊന്ന് ലൈസൻസ് കൊടുക്കണ്ടെന്നേ. നിങ്ങൾ മാസത്തിൽ ഒരു 10 പേർക്ക് കൊടുത്താൽ മതി. ആ 10 പേർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സംവിധാനങ്ങളും ഞങ്ങൾക്ക് ഒരുക്കിത്താ. അപ്പോൾ ഈ മരണവീടുകളുടെ എണ്ണം കുറയും. മരിച്ചവരെക്കാട്ടിലും ദുഃഖമാണ് ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും അടുത്തൊരു വീഡിയോ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. നമസ്കാരം.